നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 30th January ഷിഫ്റ്റ് 1, question number 28. 0.05 centimeter thick coating of silver is deposited on a plate of 0.05 meter square area. The number of silver atoms deposited on the plate. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ചിലപ്പോൾ ഇത് ഇലക്ട്രോ കെമിസ്ട്രി ക്വസ്റ്റൻ ആണെന്ന് പറയും. പക്ഷെ ഇത് ഇലക്ട്രോ കെമിസ്ട്രി അല്ല, സിമ്പിൾ മോൾ കോൺസെപ്റ്റ് ക്വസ്റ്റൻ ആണ്. നമുക്ക് ഇങ്ങനെ ഒരു പ്ലേറ്റ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ആ പ്ലേറ്റ് ഇതിപ്പോൾ ഇങ്ങനെ പ്ലേറ്റ് വരയ്ക്കുകയാണ്. ആ പ്ലേറ്റിലേക്ക് സിൽവർ ഡെപ്പോസിറ്റഡ് ആണ്, സിൽവർ കോട്ടിംഗ് ഡെപ്പോസിറ്റഡ് ആണ്. സിൽവർ കോട്ടിംഗ് ഒരു പെർട്ടിക്കുലർ തിക്നെസ്സിൽ സിൽവർ കോട്ടിംഗ് ഡെപ്പോസിറ്റഡ് ആണ്. അപ്പോൾ ലെറ്റ്സ് സേ ഈ ഒരു തിക്നെസ്സിൽ സിൽവർ കോട്ടിംഗ് ഡെപ്പോസിറ്റഡ് ആണെന്ന് വിചാരിക്കാം. ഈ ഒരു തിക്നെസ്സിൽ സിൽവർ കോട്ടിംഗ് ഡെപ്പോസിറ്റഡ് ആണ്. ഇങ്ങനെ ഒരു പ്ലേറ്റ് ഉണ്ട്, അതിൻ്റെ ഈ ഒരു ഭാഗത്ത് സിൽവർ കോട്ടിംഗ് ഡെപ്പോസിറ്റഡ് ആണ്. ആ തിക്നെസ് 0.05 ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിരിക്കുന്നത് 0.05 മീറ്റർ സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് വോള്യം ഡെപ്പോസിറ്റഡ് വിൽ ബി ഹൗ മച്ച്? വോള്യം വിൽ ബി 0.05 into 0.05 into 10⁴. എന്തുകൊണ്ട് 10⁴ ചെയ്ത കാര്യം? ഇത് സെന്റിമീറ്ററിലാണ്, ഇത് മീറ്റർ സ്ക്വയറിലാണ്. മീറ്റർ സ്ക്വയറിനെ സെന്റിമീറ്റർ സ്ക്വയറിലാക്കണമെങ്കിൽ 10⁴ ചെയ്യേണ്ടി വരും. സോ ദാറ്റ് ഈസ് 25 വോള്യം. അപ്പോൾ മാസ് എത്ര കിട്ടി മക്കളെ? മാസ് ഇസ് നത്തിങ് ബട്ട് വോള്യം ഇൻറ്റു ഡെൻസിറ്റി. വോള്യം 25 ഇൻറ്റു ഡെൻസിറ്റി 7.9. Okay, fine. Now we need to find atoms. Required number of atoms is number of moles into Avogadro number. So number of moles are 25 into 7.9, that is mass, divided by molar mass 108 multiplied by Avogadro number 6.023 into 10⁻23. Okay ആണ് മക്കളെ? Got it? ആൻസർ വരുന്നത് approximately 11 into 10⁻23 ആണ്. That means 11 ആയിരിക്കും ഇവിടെ ആൻസർ വരിക. Got it? Fine, simple question.